കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ആണ് നോക്കിയത്, എഡിറ്റ് ആൻഡ് അപ്ഡേറ്റ് ആണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിലീറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇതോടുകൂടി ക്രെഡ് ഓപ്പറേഷൻ കഴിയും. കമ്പാരിറ്റീവ്ലി മറ്റ് ഫങ്ഷൻസിനൊക്കെ അപേക്ഷിച്ച് ഡിലീറ്റ് ഫങ്ഷൻ കുറെ കൂടി എളുപ്പമാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ദെൻ നമ്മൾ ആദ്യം ഫങ്ഷൻ എഴുതാം. ഓക്കെ, ഐഡി പാസ് ചെയ്ത് നമ്മൾ റിട്ടേൺ റീഡയറക്റ്റ് നമുക്ക് പുതിയൊരു TD സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിലീറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ബട്ടൺ നമ്മളൊരു ഫോമിനകത്താണ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. ഫോം ചെയ്തു, മെത്തേഡ് പോസ്റ്റ് കൊടുത്ത്, ദെൻ ആക്ഷൻ നമ്മൾ ഇനി റൂട്ട് എഴുതാൻ പോവാണ്. ഡിസ്ട്രോയ്. ഈ റൂട്ട് നെയിംസ് ഒക്കെ റൂട്ട് ലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ദെൻ നമ്മൾ ID കൂടി പാസ് ചെയ്യാണ്. @CSRF കൊടുക്കുക. ദെൻ മെത്തേഡ് കൊടുക്കുക. ഡിലീറ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ സബ്മിറ്റ് കൊടുക്കുക. ഡേഞ്ചർ കൊടുക്കാം. ഡിലീറ്റ് ചെയ്യില്ല, അപ്പോൾ ഒരു റെഡ് കളറിലായിരിക്കും കുറെ കൂടി ഭംഗി ഉണ്ടാവുക. ഇനി ബട്ടന്റെ നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, സോ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഡിലീറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു. നമുക്കിത് വർക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോട്ട് ഫൗണ്ട് എന്നാണ് വന്നത്. ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം എന്താ എറർ വന്നിട്ടുള്ളതെന്ന്. ഇവിടേക്ക് ഓക്കെയാണ്. സോറി, നമ്മൾ പ്രൊജക്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ആക്ച്വലി അത് പ്രൊഡക്റ്റ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഡിലീറ്റ് ആയിട്ടുണ്ട്. നേരെ 2 rows ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പൊ ഒന്നായിട്ടുണ്ട്. ഇതും കൂടി ഡിലീറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ല, ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.